പ്രിയമുള്ളവരെ, ഹെബ്രായ ഭാഷ യഹൂദരുടെ ഭാഷയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മറ്റു ഭാഷകൾ പേപ്പറിൻ്റെ വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക് എഴുതുമ്പോൾ ഹീബ്രു ഭാഷ എഴുതിയിരുന്നതും വായിച്ചിരുന്നതും പേപ്പറിൻ്റെ ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്കാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഹെബ്രായ പദം എലോഹിം എന്ന ഒരു പദമാണ്. ഈ പദം ബൈബിളിൽ, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നാമം എവിടെയൊക്കെയോ എഴുതിയിട്ടുണ്ടോ ആ സമയത്തെല്ലാം യഹൂദർ യഹോവ എന്നതിനു പകരം ഉച്ചരിച്ചിരുന്ന ഒരു പദമാണ് എലോഹിം അല്ലെങ്കിൽ അദോണായി. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഒരു ഉച്ചാരണം നടത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. നമ്മൾ പഴശ്ശിരാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആരും തന്നെ പഴശ്ശിരാജാവിനെ പേര് അല്ല വിളിക്കുക, മറിച്ച് രാജാവേ എന്നോ തിരുമനസ്സേ എന്നോ പ്രഭു എന്നോ ആണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം പേറുവാനായിട്ട് തങ്ങളുടെ അധരങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കിയ യഹൂദർ യഹോവ എന്ന് പറയുന്ന പദം എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ അതിന് ഉച്ചാരണം നൽകിയിരുന്നത് എലോഹിം എന്നോ അദോണായി എന്നോ ആണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പേരുകളെ നമ്മൾ എത്രത്തോളം ആദരിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ നാമം നമ്മൾ വൃഥ പ്രയോഗിക്കാറുണ്ടോ? നമുക്ക് ചിന്തിക്കാം. മുന്നോട്ട് ഉള്ള ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരുടെയും ദൈവത്തിൻ്റെയും നാമം എപ്പോഴും ആദരവോടുകൂടെ ഉപയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ദിനം ആശംസിക്കുന്നു.